ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം മാക്സിമം ഉള്ള ആൾക്കാരെല്ലാവരും ഒരു ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനിലായിരിക്കും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് അല്ലെങ്കിൽ കരിയർ ബേസ് വെച്ചിട്ടായിരിക്കും എല്ലാം ഒരു ലോൺലെസ് ഫീൽ ചെയ്യുന്നൊരു സമയമായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റപ്പെടാനുള്ള കാരണം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ലോൺലെസ് ഫീൽ വരാനുള്ള കാരണം, ഈ ഒരു സമയത്ത് ഡിവൈന് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പൈലോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു വീഡിയോ റീസണേറ്റ് ആവാൻ ഭയങ്കരമായിട്ടും ചാൻസ് ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം എന്താണ് ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒറ്റപ്പെടാനുള്ള കാരണം, എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് എന്നൊക്കെയുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സമയം, ഈ ഒരു ടൈം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരു ഹീലിംഗ് ടൈമാണ്. മാക്സിമം ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളും പ്രശ്നങ്ങളും സിറ്റുവേഷൻസും പിടിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു സമയം ഹീൽ ചെയ്ത് കളയാനുള്ളൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലവ്, അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ച് റിട്ടേൺ വരാൻ ചാൻസ് ഉള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു മനസ്സമാധാനം, പീസ്ഫുള്ളായിട്ടൊരു റെസൊല്യൂഷനൊക്കെ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒറ്റപ്പെടുത്തി ഇരുത്തിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒറ്റപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ഒറ്റപ്പെടാൻ വേണ്ടി കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്, നിങ്ങൾ ആൾക്കാരിൽ ഭയങ്കര ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ഹോപ്പ്ലെസ് ആവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എവിടെയൊക്കെ ഒരു വിശ്വാസം കൈവിട്ടു പോകുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്നതായിട്ട് ഡിവൈന് തോന്നുന്നുണ്ട്. അതായത് ഈ സമയത്ത് നിങ്ങളെ പിടിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും അഡിക്റ്റ് ആവും, നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ലോൺലെസ് ഫീലിലോട്ട് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഒറ്റപ്പെട്ട സിറ്റുവേഷനായിരിക്കും, നിങ്ങൾക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തൊരു സമയത്തായിരിക്കും നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കുറേ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നൗ കറൻ്റ്ലി ഇപ്പം നിങ്ങൾ ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ബട്ട് കുറച്ച് ടൈം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരും. യൂണിവേഴ്സൽ ഗൈഡൻസിൽ തന്നെയാണ് ഈ വ്യക്തികൾ കടന്നു വരുന്നത്. പാസ്റ്റ് ലൈഫ് കർമ്മ, പാസ്റ്റ് ലൈഫിലുള്ള ഗുഡ് കർമാസ്, അതായത് ഗുഡ് ആയിട്ടുള്ള ഫെയിം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ഒരു കൈത്താങ്ങായിട്ട് ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്, ഒരു അപ്രോച്ച് നടത്തുന്നുണ്ട് നിങ്ങളടുത്ത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ടൊരു ന്യൂ ബിഗിനിങ്സ്, പുതിയൊരു ലൈഫ്, അല്ലെങ്കിൽ പുതിയൊരു ലീഡ്, നിങ്ങളെ പുതിയൊരു ലൈഫിലോട്ട് ലീഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയൊരു പാത്തിലോട്ട് ലീഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു ഷെയർ, ഒരു ലവ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബെനിഫിറ്റ് ആയിട്ട് ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ബാലൻസ്ഡ് ആയിട്ട് സിറ്റുവേഷനിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി റിലേഷൻഷിപ്പിലായിരിക്കും, അല്ലെങ്കിൽ കരിയർ പരമായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോപ്പ്ലെസ്, അതായത് ഒരു വിശ്വാസക്കുറവായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ഇങ്ങനത്തുള്ള സമയത്ത് നിങ്ങൾക്ക് ആരുമില്ലാന്ന് തോന്നുന്ന സമയത്ത് എല്ലാം ഒരു മൂവ് ഓൺ ആവുന്നൊരു ടൈമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം ഹീൽ ചെയ്യും. അതായത് നിങ്ങളെ ഇത്രയും നാൾ പിടിച്ചു നിർത്തുന്ന എന്താണോ, കരിയർ ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കും. കരിയറിലാണെന്നുണ്ടെങ്കിൽ കരിയർ പരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജോലിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൂപ്പൊക്കെ മാറ്റിക്കൊണ്ട് പുതിയൊരു ലൂപ്പിലോട്ട് പോകുന്നുണ്ട്. ഫിനാൻഷ്യൽ പരമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആണെന്ന് തന്നെ പുതിയ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങും. ഫാമിലി റിലേറ്റീവ്സിൽ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുകയാണ്, ആ ഒരു ലൂപ്പിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയതിനു ശേഷം ഒറ്റയ്ക്ക് തീരുമാനങ്ങളെടുത്ത് ഡിസിഷൻ എടുക്കാൻ തുടങ്ങുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. മാക്സിമം ആൾക്കാരും ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ
നിങ്ങൾ വഴി കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാതയിലോട്ടാണോ പോകേണ്ടത് അതിനനുസരിച്ചുള്ള സക്സസ് ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഭയങ്കരമായിട്ടും ഡിവൈൻ കൈകൾ നിങ്ങളുടെ ലൈഫിലോട്ടുണ്ടാകും. ഈ സമയം നിങ്ങളെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റി വെച്ച് നീട്ടും ഡിവൈൻ, അല്ലെങ്കിൽ ഒരു മനസ്സ് വെച്ച് നീട്ടും. ഒരു ഷെയർ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലോട്ടൊരു വ്യക്തി കടന്നു വരുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. അത് ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഒരു ഹീല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം മെയിൻലി വരുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംസാരശേഷി ബ്ലോക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. അതായത് ത്രോട്ട് ചക്രയാണ് ഇവിടെ ഭയങ്കരമായിട്ടും ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അതായത് നിങ്ങൾ ആരുടെ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് സംസാരിക്കാം, ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഈ ഒരു ടൈമിലാണ് നിങ്ങളൊരു ഫാൻറ്റസി വേൾഡിലോട്ട് കടക്കാൻ വേണ്ടി നിൽക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒറ്റപ്പെടുത്തി നിർത്തിക്കുന്നതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒറ്റപ്പെടുത്തി നിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതലും നിങ്ങളിലോട്ട് അടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ അടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഡിസിഷൻ്റെ ബേസ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി തീരുമാനിക്കുന്നത് ഡിവൈൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ലൈഫിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പുതിയ പാത നിങ്ങൾക്ക് റൈറ്റായിട്ടുള്ള പാത നിങ്ങൾക്ക് തുറന്നു തരാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ മൂവ് ആക്കേണ്ട സിറ്റുവേഷൻസ്, മൂവ് ആയിട്ട് കളയേണ്ട സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്ത് കളയണം എന്നാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ചലഞ്ചിങ് ടൈമായിരിക്കും. അതായത് നിങ്ങൾ ആരെന്ന് അറിയാൻ പറ്റത്തില്ല, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല. കുറേയധികം സൈക്കിക് അറ്റാക്കുകൾ, എനർജി ലോസ്, ഭയങ്കരമായിട്ടുള്ള നഷ്ടം, എല്ലാവരുടെ കയ്യിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, നിങ്ങൾക്കൊരു വാശി തോന്നും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തിനിങ്ങനത്തെ ഒരു ലൈഫ് എന്ന് തോന്നുന്ന സമയത്തുമായിട്ടാണ് ഈ ഒരു സമയം കാണുന്നത്. ബട്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയമാണ് ഡിവൈൻ യൂസ് ചെയ്യുന്നത്. 2 എന്ന് പറയുന്നത് ഫ്രഷസ് ആയിട്ടുള്ള മാനസികപരമായിട്ടുള്ള സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസൊക്കെ മൂവ് ഓൺ ആക്കിയിട്ട് പുതിയ കാര്യത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പുതിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് ഷെയർ വിത്ത് ലവ്. അതായത് നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലോട്ട് തിരിച്ച് റിട്ടേൺ തരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് കാണിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങളെ തന്നെ മനസ്സിലാക്കി അതിലോട്ട് ലീഡ് ചെയ്യുന്ന, ടേക്ക് കെയർ ചെയ്യുന്ന, നിങ്ങളെ തന്നെ കെയർ ചെയ്ത് നിങ്ങളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു സമയം മാക്സിമം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ സമയം ഒറ്റപ്പെട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ് എന്ന് തോന്നുന്ന സമയമായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ചിറക് ഉയർത്തി പറക്കാൻ പറ്റുന്നൊരു സമയമാണ്. അതായത് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വിങ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പറക്കാൻ പറ്റും. മുന്നോട്ടുള്ള യാത്രകളിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ടുള്ള ഉപയോഗം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കൊരു ചെറിയൊരു ചിറകാണ് തന്നിരിക്കുന്നത്, അത് നിങ്ങൾക്ക് പറക്കാൻ അറിഞ്ഞുകൂടാന്നുണ്ട്. ഇന്ന് നിങ്ങൾ പറക്കാൻ പഠിക്കുന്നൊരു സമയത്തിലോട്ട് നിങ്ങളെ നയിക്കുക എന്നുള്ളതാണ്. ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും ഈ ഒരു സമയത്ത്. നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ കോൺഫ്ലിക്റ്റോ അതുപോലെ തന്നെ എന്താണ് ഗ്രോത്ത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സക്സസ് എന്നറിഞ്ഞുകൂടാ അതൊരു ചിന്തിച്ച് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെ നിങ്ങളുടെ ഗ്രോത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കുക വിഷമിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫുൾ ഗ്രോത്ത് നിങ്ങളുടെ ഡിവൈൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ തരാം. എപ്പോൾ വേണമെങ്കിലും ലൈഫ് റിട്ടേൺ തിരിയാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ലതും വരാം ചീത്തയും വരാം എപ്പം വേണമെങ്കിലും. അതേപോലെ തന്നെ ചീത്തയും വരാം നല്ലതും വരാം. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ലൈഫ് തിരുത്താൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിന് പറ്റും, അതുപോലെ തന്നെ ഈ പ്രപഞ്ചശക്തിക്ക് പറ്റുമെന്നുള്ള, അതുപോലെ തന്നെ പല മനുഷ്യർക്കും പറ്റുമെന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴി എന്ന് പറയുന്നത് ആ വഴി നല്ലതും കാണാം ചീത്തയും കാണാം. ബട്ട് നമുക്ക് പറഞ്ഞു തരാനുള്ള ആളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വഴി കൂടെ പോയൊരാൾ ആ വഴി നമുക്ക് പറഞ്ഞു തരണം. അത് പ്രശ്നമായ വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ വഴിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനത്തെയുള്ള കുറേ ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ സമയം വരുന്നൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് കാണാൻ വരുന്നത്. ഈ സമയം നിങ്ങൾക്ക് ഒരു ട്രാപ്പഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്തതിന് ശേഷം നിങ്ങളെ ഹോൾ ബോഡി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫ്രഷസ് ആയിട്ട് നിർത്താൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ പോയിൻറ്റ് ഡിവൈൻ എനിക്ക് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ ഇനി ഒരാൾക്ക് മനസ്സ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക, ഷെയർ ചെയ്യാൻ വേണ്ടിയിരിക്കാൻ നോക്കുക. മനസ്സ് കൊടുത്ത് പ്രണയിച്ച് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടമായിട്ട് നിങ്ങൾക്ക് മാറും. അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാറത്തില്ല. കാരണം ഇവിടെ കളിക്കുന്ന കളി എന്ന് പറയുന്നത് ഫ്രഷസ് ആയിട്ടുള്ള കളിയാണ്, ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. അതുകൊണ്ട് തന്നെ കളികൾ നമ്മളെ കയ്യിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സാർക്കും ഷെയർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കറൻ്റ്ലി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇനി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും, നിങ്ങളുടെ വോയിസ് ആൾക്കാർ കേൾക്കാൻ വേണ്ടി തുടങ്ങും, ഗുഡ് ആയിട്ടുള്ള ഫെയിംസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങും, ഒരു സ്റ്റാർ സെറ്റിനെ പോലെ പറന്നുയരാൻ വേണ്ടി തുടങ്ങുന്നൊരു സമയമായിട്ടാണ് ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്.
അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മൂവ് ഓൺ, നിങ്ങളെല്ലാ കാര്യങ്ങളും ഈ സമയം മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ നടക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ ലൈഫ് സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് ഏതൊരു വ്യക്തി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങളൊന്ന് പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കുക, വിഷമിക്കേണ്ട വേണം. ഇന്ന് നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ലൈഫിലുള്ള കരിയറോ ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബിസിനസ്സോ ഒന്നും പറ്റാതെ ഡിവൈൻ നിങ്ങളെ നോക്കിക്കോളും. നൗ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ചലഞ്ചിങ് ടൈമാണ്. ചലഞ്ചിങ് ടൈം എന്ന് പറയുന്നത് പെയിൻഫുള്ളാണ്, വിഷമമാണ്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? കർമ്മ റിലേറ്റഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കുന്ന സമയത്ത്, കണ്ണി നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഓൾമോസ്റ്റ് വ്യക്തി കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോകണം. കാരണം കണ്ണെപ്പോഴും വിഷമിച്ചിരിക്കും, കണ്ണെപ്പോഴും കലങ്ങിയിരിക്കും, പെയിൻഫുള്ളായിരിക്കും, ഭയങ്കരമായിട്ട് വേദനയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസ് കൊണ്ടെന്നുണ്ടെങ്കിൽ നൗ കറൻലി അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ആ ഒരു ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളെ ഹീൽ ചെയ്യാനുള്ള ടൈമായിട്ടാണ് ഈ സമയം കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുത്തുന്നത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗുഡ് ആയിട്ടുള്ള ഹീലർമാർ, ഗുഡ് ആയിട്ടുള്ള ടാറോ കാർഡ് റീഡേഴ്സ്, ഗുഡ് ആയിട്ടുള്ള റീഡേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾ ഏത് ദൈവത്തിനാണ് പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിൻ്റെ ഒക്കെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അവരൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ഭയങ്കരമായിട്ടും ദൈവങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഉള്ളൊരു നാടാണ് നമ്മുടെ ഭൂമി. അപ്പം അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സമയമായിട്ട് കാണുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു സമയത്ത് പല മനുഷ്യന്മാരുടെ പവറും നമ്മൾ ലോ ആയിട്ട് കണ്ട ആൾക്കാരെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ചെറുതെന്ന് വിചാരിച്ച് കണ്ട ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ നെഗറ്റീവ് എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ നമുക്ക് പോസിറ്റീവ് ആവാൻ തുടങ്ങും. അപ്പം ഈ ഒരു സമയം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മാക്സിമം ആൾക്കാരൊക്കെ ഈ ഒരു സമയത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഗൈഡൻസ് അനുസരിച്ച് ഞാൻ ഈ സമയത്ത് റീഡിംഗ് ആയിട്ട് വന്നത്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും, ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനിലാണ് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്നുള്ള കർമാസുകൾ, പാസ്റ്റിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിവീൽ ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി തരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങളെ മാറ്റി, മെൻ്റൽ കോൺഫ്ലിക്റ്റ് മാറ്റി നിങ്ങൾക്കൊരു ഊർജ്ജം, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു തുണയൊക്കെ വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ടെന്ന ആവശ്യം ഈ സമയത്ത് വരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഗൈഡൻസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ട് നിങ്ങളായിട്ട് തന്നെ നിൽക്കുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സോ മറ്റുള്ള ചെകുത്താൻ്റെ നെഗറ്റീവൈസ് ആയിട്ടുള്ള സിറ്റുവേഷൻസോ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടുള്ള ഹീലിംഗ് പവർ, ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഫിനാൻഷ്യലിയൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിത്തെറിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ പാത്തിലൂടെ പോകാൻ പറ്റുന്ന സമയമാണ്. പുതിയ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ പുതിയൊരു സ്റ്റോറി നിങ്ങളുടെ ലൈഫിലോട്ട് എഴുതാൻ വേണ്ടി നിൽക്കുന്നൊരു സമയമായിട്ടാണ് ഈ ടൈം കാണുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഓപ്പണായിട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ് ഈ സമയത്ത്, ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളുടെ സമയത്ത് വരുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ദീർഘവീക്ഷണം, ഇൻറ്റ്യൂട്ടീവിൽ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ, കുറേയധികം സത്യാവസ്ഥ, നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയാൻ പറ്റുന്ന സമയമായിട്ടാണ് ഈ ടൈം നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സക്സസ്, ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ പോലും അറിയാത്ത സക്സസ്, ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ടുള്ളൊരു ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗൈഡൻസ് ആയിട്ട് ഏതൊക്കെ വ്യക്തികൾ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു ഡിവൈൻ പവർ, ഒരു അദൃശ്യശക്തികൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വരുത്തുന്നുണ്ട്. ഒരു പവർ, ഒരു സൂര്യ തേജസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുത്തുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു മെയിൻ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ നിങ്ങളോട് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇനി കുറേയധികം ആൾക്കാർ വരും. റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ കുറേയധികം ആൾക്കാർ നിങ്ങൾക്ക് ഓഫർ തരാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്നെ ഇഷ്ടമാണോ എന്ന് കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. കാരണം നിങ്ങൾ മെച്ചപ്പെട്ട്, നിങ്ങൾ ഒറ്റപ്പെട്ട് നിങ്ങൾ നല്ല രീതിക്ക് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും. ബട്ട് അതൊക്കെ നിങ്ങൾ എടുക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ആ മനസ്സൊക്കെ നല്ല മനസ്സാണെന്നൊക്കെ അറിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ഈ സമയത്ത് പറയാനുള്ളത്. ഗുഡായിട്ടുള്ള മനസ്സിനെ മാത്രം എടുക്കാൻ നോക്കുക, ഗുഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാൻ നോക്കുക, ഗുഡായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യാൻ നോക്കുക. അപ്പം ഇതിന് പുറമെ ആർക്കും പേഴ്സണൽ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പം അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് നോക്കാം. അപ്പം ഇത് കണ്ടിരുന്ന എല്ലാവർക്കും അദൃശ്യ ശക്തികളിൽ നിന്നും ഡിവൈൻ സെക്കൻഡൊക്കെ നിന്നും എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്സും സക്സസ്സും ഹീലും ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിട്ട് കാണാം. ടാറ്റ, ബൈ, സീ യു.